Watch full episodes on Jio Hotstar. എല്ലാ വർഷവും പോലെ ഇന്നും നമ്മൾ ഹോളി ആഘോഷിക്കുകയാണ്. എല്ലാ കുട്ടികളും ഓരോരുത്തരായിട്ട് ഹോളിയുടെ പവിത്രമായ ഈ ഫയറിൽ ഓരോ ചെറിയ ചെറിയ തടിക്കഷ്ണങ്ങൾ ഇട്ടിട്ട് ഹോളികയുടെ അനുഗ്രഹം സ്വന്തമാക്കും. ഓ, ഇവിടെ ഹോളി ആഘോഷിക്കുകയാണല്ലേ. റപ്തധാരി ഇവിടെ ഉള്ളപ്പോ ആരും ഇവിടെ ഒന്നും ആഘോഷിക്കില്ല. അയ്യോ, അതെന്താ? എനിക്ക് തോന്നുന്നത് അതിഭയങ്കര കാറ്റിന്റെ എഫക്റ്റ് ആയിരിക്കുന്ന. വരൂ മജീഷ്യൻ റഫ്താർദാരി, ഒരു ചെറിയ ജോലിയുണ്ട്, എന്നാൽ അല്പം കഠിനമാണ്. രുദ്രയുടെ കഥ അവസാനിപ്പിക്കണം. രുദ്ര എന്റെ പഴയ ശത്രുവാണ്. നീ എന്നെ എന്തായാലും വിളിച്ചു വരുത്തിയത് വളരെ നന്നായി. ഇനി നോക്കിക്കോ എന്റെ കളി. അവന് ഞാൻ കൊടുക്കാൻ പോകുന്ന പണി കണ്ട് നീ രസിച്ചോളൂ. ഇനി അടുത്ത് നിന്റെ ടേണാണ്. അല്ല, രുദ്രയ്ക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ആരാ? Sebaska, hand up Piaro. നിനക്ക് എന്തു പറ്റി രുദ്ര? നീ പെട്ടെന്ന് മുകളിലേക്ക് പറന്നു, ആ കല്ലിൽ തട്ടി വീണു, പിന്നെ ഇവിടെ. അതെ മാഡം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഏതൊരു അൺസ്ട്രെയിൻഡ് ഫോഴ്സ് ആണ് വന്നത്, എന്നിട്ട് എന്നെ കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ഒന്നും മനസ്സിലാവുന്നില്ല. അതെന്തായിരുന്നു സംഭവം? മിന്നൽ വേഗത്തിലാ വന്നത്. അതിശക്തിയായ കാറ്റായിരുന്നു. ഈഗിൾമാൻ, നിങ്ങൾ അലർട്ടായിരിക്കൂ. ഇവിടെ ആരോ ഒളിച്ചിരിപ്പുണ്ട്. നമ്മൾ തയ്യാറെടുക്കണം. ശരി മേഡം, കാണുന്നു. നീ എന്താ പറഞ്ഞേ? രുദ്രയുടെ കഥ അവസാനിപ്പിക്കുമെന്നോ? എന്നിട്ട് രുദ്ര സേഫായി എത്തിയല്ലോ. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാ പ്രാവശ്യവും ഭാഗ്യം അവന്റെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ അവൻ അലേർട്ട് ആയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ നാളെ ചെയ്തു കൊള്ളാം.
ഡ്യൂട്ടിയിലാണ്. ഡിറ്റൻഷൻ, ഡിറ്റൻഷൻ. എന്റെ അടുത്തേക്ക് വാ, വരാനാ പറഞ്ഞത്. ഓരോരുത്തർക്കും ഞാൻ ഡിറ്റൻഷൻ തരും. ഹാപ്പി ഹോളി സെക്യൂരിറ്റി. അല്ല, ആരൊക്കെ ഉണ്ടായിരുന്നേ? ആരെന്നും എനിക്ക് മനസ്സിലായില്ലല്ലോ. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. മിസ് സെക്യൂരിറ്റി, ഇന്ന് ഹോളി എൻജോയ് ചെയ്യൂ. ഡിറ്റൻഷന്റെ കാര്യം ഒരു ദിവസത്തേക്ക് മറന്നേക്ക്. ഇന്ന് കുട്ടികൾ ഇഷ്ടം പോലെ കളിക്കട്ടെ. ഹാപ്പി ഹോളി മിസ് സെക്യൂരിറ്റി. ചേട്ടാ, നിങ്ങൾ കുട്ടികളോടൊപ്പം ചേർന്ന് കുട്ടിയായി മാറിയിരിക്കുക. ഇത് എന്തൊരു കഷ്ടോ. ഇന്ന് ഞാൻ ശരിക്കും ഹോളി ആഘോഷിക്കും. എറിയട്ടെ, ആരുടെ മേലെ അറിയണ്ടേ? ഒരു മിനിറ്റ് നിൽക്കടാ, ഞാൻ ഇപ്പൊ നിന്നെ കാണിച്ചു തരാം. കുടുങ്ങി പോയില്ലേ? ഹാപ്പി ഹോളി. മാഡം കാനുങ്കോ, ഹാപ്പി ഹോലി. നിങ്ങൾക്കും ഹാപ്പി ഹോളി മിസ് സെക്യൂരിറ്റി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോലി. തെറ്റിദ്ധരിക്കണ്ട, ഹോലി ഹോലി. ഇന്ന് രുദ്ര എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്താ ഇത്? എന്താ അത് എവിടുന്നാ വന്നത്? ഇത്രയും ശക്തമായ കാറ്റ്. ഇതെന്താ സംഭവിക്കുന്നത്? കുട്ടികളെ ശ്രദ്ധിക്കോ. Sebastian, stop it all. ഇതെന്താ? Sebastian, throw Paulino. എന്താ ഇത്? അയ്യോ, രക്ഷിക്കണേ. രക്താർധാരി, ഞാൻ രുദ്രയുടെ കഥ കഴിക്കാനാ പറഞ്ഞത്, അല്ലാതെ എന്നെ ഇങ്ങനെ കുരങ്ങം കളിപ്പിക്കാനല്ല. എന്താ ഈ ചെയ്യുന്നത്? രുദ്രയെ തന്നെയാണ് ഞാൻ അറ്റാക്ക് ചെയ്തത്. ആ യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല. യുദ്ധം ഇനിയും തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. മതി മതി, ഡയലോഗൊക്കെ നിർത്ത്. ആദ്യം നീ ഞാൻ ഏൽപ്പിച്ച കാര്യം ചെയ്യാൻ നോക്ക്.
അതൊക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. മാഡം, എനിക്കിപ്പോ ഒരു കാര്യം നല്ല ഉറപ്പാണ്. ആരും എന്റെ പുറകെ കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് വരുന്നു, എന്നെ പേടിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു, പിന്നെ പോകുന്നു. എനിക്കറിയാം നീ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ധൈര്യമുള്ള ആണാണെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ കാണിച്ചു തരാം. അത് മാത്രല്ല, ഇത്രയും സ്പീഡുള്ള ഒരു മാജിഷ്യൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അയാളുടെ പേരാണ് റഫ്താർ ധാരി. റഫ്താർ ധാരി, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാ. നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? നിങ്ങളെ ആരും ഇവിടെ ഒന്നും പറയില്ല. അപ്പം നിനക്കെന്നെ മനസ്സിലായി അല്ലേ? അതെ, എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. നിന്റെ സ്പീഡ് കണ്ടപ്പോഴേ എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. പക്ഷെ നീ ഒരു കാര്യം മറന്നു. കഴിഞ്ഞ തവണ നിനക്ക് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റ അവമാനത്തിന് തിരിച്ചടി നൽകാൻ വന്നത്. ഇപ്രാവശ്യം നിന്റെ അവസ്ഥ എന്താകുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. രുദ്രയുടെ പ്രായവും രുദ്രയുടെ മാജിക്കിനും സംശയിക്കരുത്. ഒന്നും നടക്കില്ല. റഫ്താർ ധാരി, ഇനി നിന്റെ ഒരു കളികളും എന്റെ മുമ്പിൽ വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. അതെങ്ങനെ വർക്കൗട്ട് ആകാതിരിക്കും? അത് ഉറപ്പായും വർക്കൗട്ട് ആകും. രുദ്രയെ തോൽപ്പിക്കണമെങ്കിൽ ഈ ട്രിക്ക് എനിക്ക് ചെയ്തേ മതിയാവൂ. മതിയാക്ക്, എല്ലാം അവസാനിപ്പിക്കേ. നിങ്ങളുടെ യുദ്ധം നിർത്തുന്നുണ്ടോ? ഇവിടെ ഈ യുദ്ധമൊന്നും വേണ്ട. ഞങ്ങളുടെ സ്റ്റുഡൻസിനെ അറ്റാക്ക് ചെയ്യാൻ നിനക്ക് അവകാശമില്ല. ഓ നോ, ഞാൻ നിങ്ങളെ കണ്ട് ശരിക്കും പേടിച്ചു പോയി. അത് ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇനി ആർക്കാണ് എന്നോട് ഏറ്റുമുട്ടേണ്ടത്? ഈ വാതിൽ എന്താ തുറക്കാത്തത്? ഓപ്പൺ ദ ഡോർ. ആരെങ്കിലും ഈ വാതിലൊന്ന് തുറക്ക്. ഈ വാതിലൊന്ന് തുറക്കാൻ. ഈഗിൾ മാൻ, മിസ് സെക്യൂരിറ്റി. മാഡം കാണുങ്കോ, ഞാനും അകത്തന്നെയാ ഉള്ളത്. നീ എന്താ ഇവിടെ? നീ പുറത്തല്ലേ നിൽക്കേണ്ടത്? അത് പിന്നെ മാഡം, അവൻ നിങ്ങളോടൊപ്പം എന്നെയും പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് ഞാൻ പോലും അറിഞ്ഞില്ലായിരുന്നു. ഇത്തവണ അവൻ വേറെ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് വന്ന് എന്റെ പുറകിൽ അറ്റാക്ക് ചെയ്യുക ചെയ്യുന്നത്. അന്തർ മന്തർ കാലിക്കൽ അന്തർ ചൂ. വെരി ഗുഡ് മൈര, വെരി ഗുഡ്. എന്ത് വെരി ഗുഡ്? എനിക്ക് മുറിവ് പറ്റിയിരിക്കുക. എല്ലാം വലിച്ചെറിയ. എന്നെയും കൂടി എന്തിനാ വലിച്ചെറിയുന്നത്? സോറി വരുൺ. അല്ല, അവൻ എവിടെ പോയി? രുദ്ര, എന്തേലും ഒന്ന് ചെയ്യ്. Ebraiska, Motor Wings Creator.
എന്റെ തലയിൽ എന്താ എത്ര വെയിറ്റ് ഉള്ള പോലെ തോന്നുന്നേ? വരുൺ, നിന്റെ തലയിൽ ഒരു ഒക്ടോപസ് ഇരിക്കുന്നുണ്ട്. രക്ഷിക്ക്, ഇതിനെടുത്ത് മാറ്റ്. രക്ഷിക്ക്, എനിക്കിതിന് ഇഷ്ടമല്ല. ആരെങ്കിലും രക്ഷിക്ക്, ഇന്നൊന്നും പിടിച്ചു മാറ്റ്. റഫ്താർദാരി, വരൂ, നമുക്ക് പരസ്പരം ഏറ്റുമുട്ടാം. എന്തിനാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്? വരൂ, ആകാശത്തേക്ക് പോകാം. ആകാശത്തിൽ വെച്ചാവുമ്പോ എനിക്കും അത് വളരെ നല്ലതാണ്. ഇവനെന്നെ കാണാൻ പോലും പറ്റില്ല. രുദ്ര, ഈ രഫ്താറിന്റെ കയ്യിൽ നിന്ന് എനിക്കിനി രക്ഷപ്പെടാനാവില്ല. നമുക്ക് കാണാം. ഇവനെങ്ങനെ ഇത്രമാത്രം സ്പീഡായി പോയത്? ആകാശത്തിൽ വന്നാൽ എന്റെ സ്പീഡ് വളരെയധികം കൂടുന്നതാണ്. അത് നിനക്കറിയോ രുദ്ര? ഇങ്ങോട്ട് എന്നെ വിളിച്ചു വരുത്തിയത് വളരെയധികം മണ്ടത്തരമായി പോയി രുദ്ര. നിന്റെ കളി ഞാൻ ഇന്ന് അവസാനിപ്പിച്ചു തരാം. നീ അധികം സന്തോഷിക്കൊന്നും വേണ്ട റഫ്താർദാരി. നിന്റെ കളി ഇപ്പൊ ഞാൻ അവസാനിപ്പിച്ചു തരാം. അല്ല, ഇതെന്താ സംഭവിക്കുന്നേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, ആകാശത്ത് നിന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് എന്ത് പറ്റി രുദ്ര? ഇനി ഞാൻ നിന്റെ അടുത്ത് എന്താ കാണിക്കാൻ പോകുന്നെന്ന് നീ കണ്ടോളൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ, രുദ്രന്റെ പ്രായത്തെയും രുദ്രന്റെ മാജിക്കിനെയും ഒരിക്കലും സംശയിക്കരുതെന്ന്. ബൂം ചിക് ചിക് ബൂം കളർ ത്രോ. രുദ്ര, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആദ്യം പിടിച്ചു കാണിക്ക്, എന്നിട്ട് ബാക്കി ആലോചിക്ക. നീ ഇനി എന്ത് ചെയ്താലും റഫ്താർദാരി, നിന്റെ സ്പീഡ് ഒരിക്കലും എന്നെ തടയാൻ പോകുന്നില്ല. ബലൂൺസ് ത്രോ. ഇവ മോളോട്ട് പോയ വേഗത്തിൽ തിരിച്ചു വന്നല്ലോ. അതാരാണ് പറഞ്ഞത്? ഓ, നിങ്ങളായിരുന്നോ പറഞ്ഞത്? രുദ്രയ്ക്കൊപ്പം നിങ്ങൾക്ക് ഞാനൊരു പാഠം പഠിപ്പിച്ചു തരാം. റഫ്താർദാരി, ഹാപ്പി ഹോളി റഫ്താർദാരി. എനിക്കിനി എവിടുന്നാണ് ഹാപ്പി ഹോളി? നീ എന്നെ മൊത്തത്തിൽ പാതാളത്തിലേക്ക് താഴ്ത്തി കളഞ്ഞില്ലേ? ഇനി എനിക്ക് മാജിക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കളറുകളും വലിച്ചെറിയാൻ കഴിയില്ല. ഓടിപ്പോകാൻ പോലും കഴിയില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ സ്പീഡാണ് എന്റെ ഏറ്റവും വലിയ ആയുധം. ഇത്തവണയും നീ വീണ്ടും വിജയിച്ചിരിക്കുന്നു. അടുത്ത പ്രാവശ്യം നീ കണ്ടോ,
ഞാൻ നിനക്കിട്ട് എന്ത് പണിയാണ് തരാൻ പോകുന്നതെന്ന്. അതിന് ഞാൻ നിന്നെ വേഗം വിട്ടയച്ചിട്ട് വേണ്ടേ നീ അടുത്ത തവണ നോക്കാൻ. മിസ് സെക്യൂരിറ്റി, ഈഗിൾമാൻ, ഇവൻ അറസ്റ്റ് ചെയ്യൂ. ഇവനെ കെട്ടിക്കൊണ്ടുപോയി സർ മജസ്റ്റിക്കോയുടെ അടുത്തെത്തിക്കൂ. ഇവന് നല്ലൊരു ശിക്ഷ നൽകണം. ഇനി ഒരിക്കലും അവൻ ഈ സ്കൂളിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഓക്കെ മാഡം. താങ്ക് യു രുദ്ര, താങ്ക് യു. നീ വളരെ ധീരതയോടെയാണ് അവനോട് ഏറ്റുമുട്ടിയത്. എന്നാൽ നമുക്ക് ഹോളി സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാവർക്കും രുദ്രന്റെ ഹോളി ആശംസകൾ. ഇന്ന് നമുക്ക് ഹോളിയാണ്, ആഘോഷിക്കാനുള്ള സമയമാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.